ഓം നമ ശിവായ. അങ്ങനെ ആദ്യം മുതൽ ശിവം എന്നതുണ്ട്. പക്ഷേ അതിനെ ശിവം എന്ന പേരിലല്ല പറഞ്ഞിരിക്കുന്നത്. ശിവം എന്ന ഭാവത്തിൽ ചലിക്കാൻ തുടങ്ങിയതിനെ എന്തു പറയുന്നത്? ശിവൻ ഒരു മാറ്ററായിട്ട് മാറി. ഇനി ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ആ മാറ്ററിനെ ചലിപ്പിക്കാൻ താൻ തന്നെ ഒരു ശക്തിയുമാക്കി. അങ്ങനെയാ ചലിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാവത്തെ എല്ലാവരും എന്തു പറയുന്നത്? ശിവം 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 ശിവം. അപ്പോൾ ആദ്യം മുതലേ ഇതുണ്ട്. അത് കാലത്തിനകത്ത് ലയിച്ചിരിക്കും. അപ്പോൾ കാലലയം പ്രാപിച്ചിരിക്കുന്ന ആൾ കാലൻ. അപ്പോൾ അങ്ങ് ഇപ്പോൾ ഈ സമ്പ്രദായങ്ങളുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അന്വേഷിച്ച ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്തും ഇങ്ങനെ ജ്ഞാനം സമ്പാദിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങയുടെ ഒരു ട്രാൻസിഷൻ ഇതുവരെയെങ്കിലും മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ജന്മം, അതിൻ്റെ ജന്മം, ഇങ്ങനെ കുറച്ചൊക്കെ നമ്മൾ കൗതുകം കൊണ്ട് പലരും നോക്കും, ധ്യാനങ്ങളിൽ തെളിഞ്ഞു വരും. പക്ഷെ അങ്ങയുടെ ആദ്യത്തെ ഉത്ഭവം അല്ലെങ്കിൽ ഉൽപ്പത്തി നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റ് സൂത്ര എന്നൊരു സംഗതി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലവർ പറയുന്നത് നമ്മുടെ ഈ ഫിംഗർ പ്രിൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എവല്യൂഷൻ, അതായത് ആദ്യം നമ്മൾ ഈ ശിവനായി വന്നതുപോലെ നമ്മുടെ ഒരു തുടക്കം മുതൽ ഇതുവരെയുള്ള ഒരു സംഗതി പറയാമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് അങ്ങ് പോയിട്ടുണ്ടോ? ഓക്കെ, അതായത് ഞാൻ ആദ്യമായി ഈ ഭൂമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, പ്രപഞ്ചത്തിൽ വിശ്വത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 വിഷയങ്ങളുണ്ട്. അത് എങ്ങനെയാ പ്രേക്ഷകർ എടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നു എനിക്കറിയില്ല. സോഴ്സ്, അതായത് ഒരു ശിവ എന്ന ശക്തി, ശിവനും ശക്തിയുമായിരുന്ന ഒരു ജന്മം, അത് യുഗാന്തരങ്ങൾക്ക് മുമ്പേ ആദി കൈലാസം അവിടെ വിടുന്നു, അതൊരു ജന്മമാണ്. അത് കഴിഞ്ഞടുത്തെടുക്കുന്നത് ആദി മുനി എന്ന്, അതിൽ ഒരു ജന്മം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ മനുഷ്യജന്മേണ ഇതെടുക്കാൻ വരുന്നതിന് മുമ്പേ, അതായത് ഇപ്പം നിങ്ങൾ ഐസ് കൊണ്ട് കിടക്കുന്ന അന്റാർട്ടിക്കയിൽ ഏറ്റവും സമുദ്രത്തിൻ്റെ അടിയിൽ മഞ്ഞുറഞ്ഞിരിക്കുന്നത് പോലെ അവിടെ കുറേ പായലുകളിരിപ്പുണ്ട് ഇപ്പോഴും. അതിലൊരു പായലായിട്ട് ജനിച്ച ഒരാളാണ്. അതായത് 468 മറ്റുള്ള ജന്മങ്ങൾ എന്ന് വേണം പറയാൻ. എന്ന് പറഞ്ഞാൽ 468 ലക്ഷങ്ങൾ എന്ന് വേണം പറയാൻ, അത് ചിന്തിച്ചാൽ. കാരണം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പല പല ജന്മങ്ങൾ കഴിഞ്ഞാണ് ഇപ്പം ഈ കലിയുഗത്തിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ ഒരു 300 ചില്ലറ ജന്മങ്ങളോളം ഏതാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നുണ്ട്. കാരണം നിങ്ങളെങ്ങനെയാണ് അതിൻ്റെ കണക്റ്റ് ആയെന്ന് ചോദിച്ചാൽ അതും ഒരു ബന്ധമാണ്. കണക്റ്റ് ആവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നിങ്ങൾ കണ്ട ഒരു മീഡിയ ഉണ്ട്, നിങ്ങൾ എന്നെ കണക്ട് ചെയ്ത്. വേറൊരാൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വന്നില്ല, എനിക്കും കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ വന്നു. ആ കണക്ടിവിറ്റി വന്നപ്പോഴാണ് നിങ്ങൾ വഴി മൊത്തം തടസ്സമായിരുന്നു. അതെ, ആ കണക്ടിവിറ്റി വരുമ്പോഴാണ് നിങ്ങൾ വരുന്നത്. അതാണ് കണക്ഷൻ. ആ കണക്ഷൻ വഴിയേ നിങ്ങൾ വരാവൂ, അല്ല നിങ്ങൾ ആരെ വിളിച്ച് പറഞ്ഞാലും വരില്ല. ഇതെല്ലാം നമ്മൾ പൂർവ്വജന്മ ബന്ധങ്ങളിൽ വരുന്നതാണ്. തീർച്ചയായും. ഇപ്പോൾ അങ്ങിരിക്കുന്നത് പോലെ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റും എത്ര കാലം വേണമെങ്കിലും. പക്ഷെ അതെങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചാൽ ഈ ജന്മങ്ങളെ അറിഞ്ഞാലേ ഇരിക്കാൻ പറ്റും. ഇനി നമുക്ക് വേണോ വേണ്ടേ എന്നറിയണ്ടേ. ഇപ്പോൾ ഇതുവരെ എടുത്തിരിക്കുന്നതിനകത്ത് ഞാനിപ്പോൾ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ തീരുമാനിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളെയൊക്കെ കണക്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്താണ് ഈ ലോകത്തോട് അറിയിക്കാനുള്ളത് അത് അറിയിക്കുക, പൂർത്തീകരിക്കുക. കാരണം അപ്പോഴേ എനിക്ക് കണക്ടിവിറ്റി കിട്ടും. ഇതെറിഞ്ഞിട്ടാലേ ഞാൻ ഈ ഭൂമിയിൽ ഇനി വരേണ്ട ആവശ്യമുണ്ട്. ആ ആളുകൾ ഇപ്പോൾ വരണം. അവരെ എന്നിലേക്ക് അടുപ്പിക്കുക, അവർക്ക് കൊടുക്കേണ്ടത് ഇപ്പോൾ കൊടുക്കുക, പിരിയുക. അങ്ങേക്കും ആവശ്യമുണ്ട് എൻ്റെ അടുക്ക്. ഇങ്ങനെ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, അതിനെ പൂർത്തീകരിക്കും, നമ്മൾ പോകും. അപ്പോൾ ഇത് എല്ലാ മനുഷ്യർക്കും കണ്ടുപിടിക്കാം. അതൊരു സിമ്പിൾ വേ ആണ്. ഇതെന്തോ വലിയൊരു, നിങ്ങൾ പറയുന്നില്ല കൈരേഖ കൊടുത്താൽ. അതെ, അല്ല പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമലി നമ്മൾ ഈ യുക്തിവാദികൾ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ വളരെ ആത്മീയ വഴിയിൽ സഞ്ചരിച്ച് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ട്രാക്ക് തെറ്റിയൊക്കെ വന്നിട്ട് പിന്നെ അവർ വീണ്ടും തിരിച്ചു തരുള്ളൂ. ഇങ്ങനെ ഒരു രസമാണല്ലോ, അതിനാണല്ലോ ലീല എന്ന് തന്നെ വിളിക്കുന്നത്.
അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പോൾ ഈ ജനസംഖ്യ ഇങ്ങനെ കൂടുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ അതിനൊരു മറുപടി പറയുന്നുണ്ട്, ശരിയോ തെറ്റെന്ന് അറിയില്ല. അപ്പം നമ്മുടെ ഒരു ബുദ്ധിയിൽ തോന്നുന്ന അല്ലെങ്കിൽ ആചാര്യന്മാരായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അപ്പം അതിന് പറയുന്നത്, ഇപ്പോൾ ഈ ഭീമസേനന് ഒരു മോതിരം കിട്ടി. അപ്പോൾ ആ മോതിരം അദ്ദേഹം ഇങ്ങനെ എടുത്ത് നോക്കും, മോതിരമാണെന്ന് മനസ്സിലായി. പക്ഷേ അതിൻ്റെ വിരലിലൊന്നും ഇടാൻ പറ്റുന്നതല്ല, എടുത്തപ്പോൾ തലയിൽ കൂടെ താഴേക്ക് പോയി എന്നാണ്. അപ്പോൾ ഭീമൻ്റെ ഒരു ആകാര വർണ്ണന മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് അത് സീതാദേവിയുടെ അണിവിരലിൽ അണിയിച്ചിരുന്ന മോതിരമാണെന്ന് പറയുന്നു. അപ്പോൾ ആ വലിപ്പത്തിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ അന്നത്തെ കാലത്ത് വളരെ വലിയ രൂപങ്ങളുള്ള ആൾക്കാരായിരുന്നു. അതിന് ശാസ്ത്രീയമായിട്ട് നമുക്ക് കുറച്ച് തെളിവുകൾ പറയാം. കാരണം പിരമിഡുകൾ ഉണ്ടാക്കിയത് ഇപ്പോൾ എത്രയായാലും, അതുപോലെ തന്നെ രാജരാജ ചോളൻ്റെ ക്ഷേത്രത്തിൽ ഇത്രയും ഭീമാകരമായ ടെക്നോളജി ഉണ്ടാവും അന്നത്തെ കാലത്ത്. പക്ഷെ എങ്കിലും നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ അന്നത്തെ ആളുകൾ ഒന്ന് പലതായി ഇങ്ങനെ വികരിക്കുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജനിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാം. ഞാൻ ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ എനിക്കിപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ശരിയാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഈ ജന്മം, ആത്യന്തികമായ ആഗ്രഹം അതായിട്ട് ഞാൻ ഈ ജന്മം ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ഇതിനാവശ്യമായ എല്ലാ സാധനങ്ങളുമായിട്ട് ഞാനെന്ന ഒന്ന് പലതായിട്ട് ജനിക്കുന്നു എന്നൊരു സങ്കല്പം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോവർ ഗ്രേഡിലുള്ള ജീവികളെ നമുക്ക് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉറുമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിലെ ഉറുമ്പുകളെല്ലാം ഒരുപോലെ ഇരിക്കും. മുകളിലോട്ട് വരുന്തോറുമാണ് നമുക്ക് ആ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുന്നത്. എന്നാൽ ഉപനിഷത്തുകളിൽ ഏറ്റവും അവസാനം എല്ലാത്തിലും പറഞ്ഞു വയ്ക്കുന്നത് ഒന്നായ ഞാൻ, സത്ത്, അത് പലതായിട്ട് ഇങ്ങനെ മാറി വന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇതുണ്ടല്ലോ, ഈ വ്യത്യാസങ്ങളായിട്ടിരിക്കും. ഇപ്പം അങ്ങ് ഞാനും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങൾ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേ നമ്പർ ജന്മങ്ങൾ ആയിരിക്കാൻ സാധ്യതയില്ല. കർമ്മം അനുസരിച്ച് അതിനകത്ത് വ്യത്യാസം വരും. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, ആ തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ ചോദിച്ചു. ഈ ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നതിൻ്റെ കാരണം. ഓക്കെ, സ്റ്റാർട്ടിങ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ശിവമാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പിന്നെ വിഘടിക്കും. ഒരു ശിവമായിട്ടിരുന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതാണ് പറഞ്ഞത്, ശിവൻ പിന്നെ 11 എന്ന് പറയുന്ന പോലെ. അപ്പോൾ 11 പിന്നെ എത്രയായി? ഓരോന്നിനും 10 10 10 11 പോവാൻ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ജനസംഖ്യ കൂടുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അറിവുള്ള ജീവിയിൽ നിന്ന് 6 അറിവുള്ള ജീവിയിലേക്ക് ആ ജീവിയും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കൂ, പണ്ട് നമ്മൾ എത്ര വൃക്ഷം ഉണ്ടായിരുന്നു, ഇപ്പം എത്ര മരം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ വേറെ ജീവിയാവും. അപ്പം അത് ജീവിയായിക്കൊണ്ടിരിക്കുന്നു. വംശനാശനം പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മൃഗങ്ങളും ജീവിയാകും, വേറൊരു ജീവി. അപ്പോൾ ഓരോന്നും മാറി 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 മനുഷ്യനിലേക്ക് വരും. കലിയുഗത്തിൽ മൃഗങ്ങളും പക്ഷികളും ബാക്കിയുള്ളതും കുറയും. കാരണം മനുഷ്യൻ മാത്രം കൂടും. ഇപ്പൊ ഉദാഹരണത്തിന്, എന്ന് നിങ്ങൾക്ക് ഇവിടെ തവള ഇല്ലയോ? തവളകൾ കുറയും, പാമ്പുകൾ കുറയും. തവളയും പാമ്പും കുറയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇവിടെ അടുത്ത ജന്മത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. കാരണം തവള ഒരു നല്ലൊരു ജീവിയാണ്, അതിപ്പോൾ ഇല്ല, കുറച്ച് കുറഞ്ഞു വരുന്നു. തവള എന്ന് പറയുന്നത് മറ്റു ജീവികളെ, ചെറിയ ജീവികളെ അതിന് കിട്ടാതെ വരുമ്പോഴാണ് അതത് നാശത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ജീവികൾ കുറഞ്ഞ് തവളയും നാശത്തിലേക്ക് പോകുമ്പോൾ തവളയെ പിടിക്കുന്ന പാമ്പില്ലാതെയാവും. അപ്പോൾ പാമ്പും ഇല്ലാതെയാകുമ്പോൾ ആ വംശമേ പോകുന്നു. മൊത്തത്തിൽ ആ പാമ്പ് എന്ന രൂപേണ ഇനി പാമ്പ് വന്ന് മനുഷ്യനാവും. അത് ആൾറെഡി ആ ഒരു സ്വഭാവത്തോടു കൂടി മാറുമെന്ന്. അപ്പോൾ എല്ലാத்தைയും കൊത്തുന്ന ഒരു സ്വഭാവത്തോടു കൂടി മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മനുഷ്യൻ പുതിയതായിട്ട് രൂപം കൊണ്ടുകൊണ്ടിരിക്കും. ജനസംഖ്യ കൂടുകയുള്ളൂ, കാരണം ജീവികൾ കുറഞ്ഞു തുടങ്ങും. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഇതായിട്ട് എന്തായാലും പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് തന്നെ ആയിരിക്കും അതിൻ്റെ ശരിയും. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. കാരണം ഈ മുകളിലോട്ട് വരും, ഇനി അടുത്ത ഈ ഏകാദശ രുദ്രന്മാരെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് 108 എന്നുള്ള നമ്പരും ശിവനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ചോദിക്കുകയാണ്. അങ്ങ് ഇടയ്ക്ക് വാച്ച് നോക്കിയതുകൊണ്ടാണ് അവിടെ ചെറുതായിട്ടൊന്ന് ചവിട്ടി പിടിക്കുന്നത്. അപ്പോൾ അങ്ങിപ്പം പറഞ്ഞത്, ഇപ്പോൾ ഈ ജന്മത്തോടുകൂടി ഏതാണ്ട് പരിപാടി അവസാനിപ്പിക്കാനുള്ളൊരു പരിപാടിയാണെന്ന് പറയുന്നു. അപ്പോൾ നോർമലി നമ്മൾ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ചും ബാങ്കുകാരാണ് ചോദിക്കുന്നത്, ആഫ്റ്റർ റിട്ടയർമെൻറ്റ് വാട്ട് ഈസ് യുവർ പ്ലാൻ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങേക്ക് എങ്ങനെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഈ പറഞ്ഞ നിതാന്തമായ ശൂന്യത അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണതയിലേക്ക് ലയിക്കുകയാണോ, അതോ അതിന് മറ്റെന്തെങ്കിലും നമ്മൾ പറയുന്ന ഹയർ ഡയമെൻഷൻസിലേക്കുള്ള യാത്രകളുണ്ടോ? അതായത് ഞാൻ ആൾറെഡി ഇവിടെ ഭൂമിയിൽ വന്നതിൽ ഒരു 10-16 ശരീരങ്ങളെ ഞാൻ പലയിടത്തായിട്ട് വച്ചിട്ടുണ്ട്, പൂർവ്വജന്മാർത്ഥം. അതിനെയൊക്കെ നമ്മൾ പണ്ട് പറയുന്ന വീട്ടിലെ സമാധികളിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വേറൊരു രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോയി സാധാരണ ഒരു മനുഷ്യന് കാണാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെയൊക്കെ ഞാൻ ഇപ്പോഴും ട്രാവൽ ചെയ്യും. എന്തിനാ?
അതെങ്ങനെയുണ്ടെന്ന് എനിക്ക് മാത്രം കാണാം. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഞാനിപ്പോൾ അതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഇണക്കി കണക്ട് ചെയ്താൽ ഈ ബ്രഹ്മാണ്ടത്തെയും കൂടെ ഞാൻ കണക്ട് ചെയ്യും. അപ്പം ഞാൻ എടുത്ത ദൗത്യം തീരുമ്പോൾ ഞാൻ ശൂന്യതയിലേക്ക് ഒതുങ്ങും, പിന്നെ ഇല്ല. അപ്പോൾ അത് നടക്കാതെ വന്നാൽ, എല്ലാവരും അതിനെനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നോടൊപ്പം നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ ഞാനൊരു പ്രകാശരൂപമായി മാറി ഒരിടത്തിരിക്കും. വീണ്ടും ആവശ്യപ്പെടുന്നിടത്ത്, അപ്പം നിങ്ങളിരുന്നുകൊണ്ട് എൻ്റെ അടുക്ക് ആവശ്യപ്പെടുകയാണ് മനസ്സുകൊണ്ട്, അന്നത്തെ ആ സ്വാമി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചാൽ അവിടെ വന്ന് നിങ്ങൾക്ക് തരേണ്ട സാധനം തന്നിട്ട് ഞാൻ വീണ്ടും പോകും. ഇത് മറ്റുള്ളവർക്ക് എന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രകാശരൂപത്തിലേക്ക് സമാധി സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ചൈതന്യങ്ങളുള്ളതായിട്ട് അങ്ങനെ വരും. ഇപ്പോൾ ബാബാജിയൊക്കെ അങ്ങനെ അതേപോലെ മാറും എന്നുള്ളതാ. പിന്നെ എൻ്റെ ഒരു കംപ്ലീറ്റ് ലക്ഷറി, അങ്ങനെ ഇരുന്നാൽ തീരുമാനിച്ച ലക്ഷറി സ്ഥലം എന്ന് പറയുന്നത് ശംബാല. അതിലേക്ക് ഞാൻ ഒതുങ്ങാൻ തീരുമാനിക്കും. ഇല്ലേ ശൂന്യത്തിലേക്ക് ഒതുങ്ങാൻ തീരുമാനിക്കും. അപ്പോൾ ഈ ശൂന്യത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വരവ്, അതായത് എപ്പോഴെങ്കിലും നമ്മുടെ ഇച്ഛപ്രകാരം നമുക്ക് വരണം എന്നുണ്ട്, തോന്നിയാലേ വരുള്ളൂ. അപ്പോഴും നമുക്ക് ഈ ബോധമുണ്ട്, അതായത് ഉറക്കത്തിൻ്റെ സുഷുപ്തി അവസ്ഥയിൽ പോകുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഞാൻ ബോധം അപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും ഇപ്പോൾ എല്ലാവരും പറയും തുര്യത്തിൽ പോയാൽ ഒന്നുമില്ല എന്ന്. വിട്ടിത്തമാണ് പറയണത്. നിങ്ങൾക്ക് പോകാൻ അറിഞ്ഞൂടാ. ജാഗ്രതയോടൊപ്പം തുര്യാതീതം വരെയും എങ്കിൽ മാത്രമേ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും. പോയിട്ടാണല്ലോ തുര്യാതീതത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ ജാഗ്രത ഇല്ലാതെ പോകാൻ പറ്റില്ല. അതല്ല, ഈ അവസ്ഥയിൽ നമ്മൾ ഗർഭാവസ്ഥയിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ പോകണ്ടേ? അതെ. ഇത് പോകാൻ അറിഞ്ഞൂടാത്തവരാ സ്വപ്നം കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയണം. എല്ലാം അറിയാൻ പറ്റും. അതിലേക്ക് പോയി അറിയുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ എന്താണെന്ന്. ആ തുര്യാതീത അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഈ കാലത്തിലേക്ക് ഒതുങ്ങുന്ന അവസ്ഥ. നമ്മൾ ഓരോ ദിവസവും ഒതുങ്ങിയിട്ട് വരിക, പുനർജനിച്ച്. അതുപോലെ തന്നെയാണ് തിരിച്ചു പോയിട്ട് നമുക്ക് വേണമെന്ന് തോന്നിയാൽ വരാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. ഉണ്ടാവും. ഞാൻ ഒരിടവും പോവില്ല. ഞാൻ ജ്ഞാനമായാൽ വീണ്ടും ഞാൻ ജനിക്കും. ഞാൻ ജ്ഞാനമായില്ലെങ്കിൽ ഞാനായിട്ട് തന്നെ അവിടെ ഇരിക്കും. എന്നാലും അങ്ങും ഞാൻ തന്നെയാണ്. അതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ അങ്ങ് പറഞ്ഞില്ലേ, അങ്ങയുടെ പേരും എൻ്റെ പേരും പറയുന്ന പേരുകൾ മാത്രം. നമ്മൾ രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാനെന്നൊരു വാക്ക് ഉപയോഗിക്കും. അത് രണ്ടും ഒന്നാണ്. ഇപ്പം നിങ്ങളും ഞാനും താഴെ ഇരിക്കുന്ന പുഴുവും ഈ ഇരിക്കുന്ന എല്ലാവരും ഒന്നേ അല്ലാതെ രണ്ടല്ല. അത് എപ്പോൾ നിങ്ങൾക്ക് രണ്ടായി കാണും. അതാണ് ഒന്നായ നിന്നെ ഇക രണ്ടെന്ന് കാണുമ്പോൾ ഉണ്ടായിരുണ്ട്. അവൻ വേറാണെന്ന് കാണുമ്പോഴാണല്ലോ അടി നടക്കണം. ഞാനാണെന്ന് കാണുമ്പോൾ ഇല്ലല്ലോ. ഞാൻ എൻ്റെ ശിഷ്യരെടുക്കെ തന്നെ ചോദിക്കും, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെ കാണും എന്ന് ചോദിച്ചാൽ അവർ പറയും, അപ്പോൾ സ്വാമി വരണം എന്ന് പറഞ്ഞാൽ വീടൊക്കെ തൂത്ത് തുടച്ച്. അപ്പോൾ പിന്നെ പോയി തൊലഞ്ഞിനി. കാരണം നീ എന്നെ വ്യത്യസ്തനായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എല്ലാ വീട്ടിലും എന്താ ചെയ്തു വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു പൂജാമുറി ഉണ്ടാക്കി പടമൊക്കെ അടുക്കി വെച്ച് അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് എന്താ സ്വാതന്ത്ര്യം? നിങ്ങൾ പറയുന്നു ഈശോവാസ്യം. എല്ലായിടത്തും ഉള്ള ദൈവത്തെ നിങ്ങളൊരു മുറി പൂട്ടി അടച്ചു വെച്ചിട്ട് ഇത് എൻ്റേതാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ദൈവം ആലോചിക്കും, നീ എന്നെ അടച്ചു പൂട്ടിയില്ലേ, നീ അവിടെ ഇരുന്ന് അനുഭവിച്ചോ. എനിക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാൻ അവസരം വേണം. നീ കഴിക്കുന്ന ചോറിൽ പങ്ക് എനിക്ക് വേണം. അല്ലാതെ എനിക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് സ്വർണ്ണത്തട്ടും വെച്ചിട്ട് ഇത് സ്വാമിക്കാണ് ഗുരുവിനാണെന്ന് നോക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളിൽ ഒരുത്തൻ ഞാനായില്ലെങ്കിൽ ഞാൻ നിങ്ങളിൽ അന്യനാ. ഇതേ ദൈവം പറയുന്നത്. നിങ്ങൾ ആദ്യം എന്നെ ആക്ക് എൻ്റെ ഉള്ളിലേക്ക്. ഞാനും നിങ്ങൾ ഒന്നല്ലേ? തീർച്ചയായും. രണ്ടിലും ഇരിക്കുന്ന ഒരേ ആരെ കുത്തി നോക്കിയാലും ചുവന്ന ചോരയാ. നമ്മളെല്ലാ രൂപങ്ങൾക്ക് വ്യത്യാസമെന്നല്ലാതെ നിങ്ങളും തിന്നുന്നു ഞാനും തിന്നുന്നു. വേദന അനുഭവിക്കുന്ന ആളുകൾ രണ്ടായിട്ടല്ലേ? അത് അനുഭവിച്ചിട്ട് അത് വേദനയാ. അല്ല, ആ ഒരു ഇതാണ് നമ്മൾ അടുത്ത ഇതിലേക്ക്. അപ്പൊ ഇന്നെന്തായാലും ചോദിക്കുന്നില്ല, ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അത് ഇപ്പോഴും നിൽക്കുന്ന ചോദ്യമല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ രണ്ടാ എന്ന് പറഞ്ഞാൽ മനസ്സ് രണ്ടാ. അല്ല, അവിടെയാണ് ഞാൻ ചോദിച്ച ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അങ്ങയെ അങ്ങാക്കി നിർത്തുന്ന ഒരു സാധനവും എന്നെ ഞാനാക്കി നിർത്തുന്നത്, എന്റെ ഉള്ളിലുള്ള ഞാനും അങ്ങയുടെ ഉള്ളിലുള്ള കർമ്മം ബന്ധിതമാണ് നിൽക്കുന്നത്. അതിന്റെ പേരെ കർമ്മബന്ധിതം. നിങ്ങളുടെ എടുത്തിരിക്കുന്ന കർമ്മം കൊണ്ടാണ് നിങ്ങൾ വേറെ ആയത്. അതെ. കർമ്മങ്ങൾ ഒഴിഞ്ഞ് പോകുമ്പോൾ രണ്ടുപേരും ഒന്നാകുന്നു. അപ്പോഴാണ് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെ ഇരിക്കുന്ന ഗുരു ശിഷ്യനാ, ശരിക്കും പറഞ്ഞാൽ ഗുരുവിന്റെ വേദന ശിഷ്യനും അനുഭവിക്കും, ശിഷ്യന്റെ വേദന ഗുരുവും അനുഭവിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കുണ്ടോ നേട്ടം ഉണ്ട്. കാരണം പലരുടെയും അത് ലൈവ് എൻ്റെ കൂടെ നടക്കണവർക്ക് അറിയാൻ പറ്റും. അവിടെ ഇരിക്കുന്ന ആൾക്കൊരു അസുഖം വരുമ്പോൾ ഞാൻ അനുഭവിക്കും. ഞാനവിടെ കറക്റ്റ് ഫോൺ വിളിച്ച് കേൾക്കും. എടി നിനക്ക് ഇന്നതുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഇന്നതുണ്ടോടാ. ഉണ്ട് സ്വാമി. ശരി, കുഴപ്പമില്ല, മാറിക്കൊള്ളൂ എന്ന് പറയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരങ്ങനെയാണ് കാണുന്നത്. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നില്ല. മാറിയാൽ നമുക്ക് പൂർണ്ണമായിട്ടും പറ്റും. മാറാത്തിടത്തോളം ഞാൻ വേറ് നീ വേറ്, ഞാൻ എൻ്റെ കർമ്മം അനുഭവിക്കും, നിങ്ങൾ നിങ്ങളുടെ കർമ്മം അനുഭവിക്കുന്നു ചിന്തിച്ചാൽ
ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും ഞാനും നിങ്ങളും ഒന്നാണ്. അപ്പോൾ എൻ്റെ കർമ്മം നിൻ്റെ കർമ്മമാണെന്ന് ചിന്തിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തമ്മിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. ശരി ശരി ശരി. ഓക്കെ, സമയമായില്ലേ? ബാക്കി വൈൻഡപ്പ് ജസ്റ്റ് ഒരു ക്ലോസിംഗ് നോട്ട് പറഞ്ഞു നിർത്താം. സ്വാമി അപ്പോൾ ഒന്നുമല്ല, ഇതിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു തുടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആദ്യ സ്പന്ദത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയുള്ളൂ. അപ്പോൾ അത് വളരെയേറെ ഗഹനമായ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല നമ്മുടെ ചാനൽ പ്രേക്ഷകർ ഇതെങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ളതും ഒരു പ്രയാസമാണ്. കാര്യം പലപ്പോഴും നമ്മുടെ ചാനലിൽ ഈ ചിലത് പലർക്കും മനസ്സിലാവാറില്ല. ഇപ്പം പിന്നെ ധാരാളം ഈ ആത്മീയ ചാനലുകളും അതിൻ്റെ സംരക്ഷകരുമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യം തരാമെന്ന് പറയുന്ന ആളുകൾ ഇപ്പം ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും ബ്രാൻഡ് ചെയ്ത് പറയുന്നുണ്ട്, ഇന്ന ദൈവത്തിൻ്റെ ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഉടൻ തന്നെ അയ്യപ്പ സേന വരാൻ സാധ്യതയുണ്ട്, ഗുരുവായൂരപ്പൻ സേന വരാൻ സാധ്യതയുണ്ട്. കാരണം മുരുകസേന വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് സേനകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ അടുത്ത കാലത്തൊരു വിദ്വാൻ പറയുന്നത് കേട്ടു, നിങ്ങൾക്ക് തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ദൈവത്തിനെ നിങ്ങൾ അറിഞ്ഞാൽ മതി. പക്ഷേ അത് സാധാരണ കാര്യങ്ങൾക്ക് നിങ്ങളൊരു ഉയർന്ന തലത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരാളുടെ സഹായം വേണം. ഗുരു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുരു വേണം. പക്ഷെ ഇതങ്ങനെയല്ല പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ, അതായത് അങ്ങ് പറഞ്ഞ പോലെ അടുത്തെന്ന് പറയാനായിട്ട്, അതായത് ഇപ്പം നമ്മുടെ എന്താണ് CM-നോട് അടുത്തെന്ന് പറയണമെങ്കിൽ കൊച്ചു കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ ലെറ്റർ അയച്ചു. പക്ഷേ നേരിട്ട് പോയി പറയണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് വേണമെന്ന് പറയുന്ന രീതിയിൽ വരെ ഈ ആത്മീയവാദികൾ വന്നു തുടങ്ങി. അപ്പോൾ വളരെ വല്ലാത്തൊരു കാലമാണ്. ഈ തമ്പനയിലുകൾ കണ്ടിട്ട് ആൾക്കാർ പോകുന്നുണ്ട്, 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആകാശത്തൂടെ പറപ്പിക്കാം, മറ്റത് ചെയ്യാം, മറിച്ചത് ചെയ്യാം എന്ന് പറയുന്ന ടീമുകളുണ്ട്. അപ്പോൾ ജാഗ്രത പാലിക്കുക. കേരള ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്, ഭയക്കണ്ട, ജാഗ്രത മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാത എന്ന് പറഞ്ഞാൽ തുടക്കം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സുഖമായിട്ടൊന്നും, പക്ഷേ അതിനുശേഷം ഇല്യൂഷൻസും ഹാലൂസിനേഷൻസും ധാരാളം വരും എന്നുള്ളതാണ് ഈ ഉള്ളവൻ്റെ ഒരു അറിവല്ല, ഒരുപാട് ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഉള്ളിനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ആരാണ്, ഞാൻ ആരാണ്, ഞാൻ ആരാണ്, എന്തിന് ഞാനത് അറിയുന്നു, എന്തിന് ഞാനായിരിക്കുന്നു എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരാളും നിങ്ങളെ അവിടെ സഹായിക്കാൻ ഉണ്ടാവില്ല. നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങ് പറഞ്ഞതുപോലെ കർമ്മങ്ങളും ശുദ്ധമായ നിങ്ങളുടെ ഇതും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ സബ്ജക്റ്റ് കുറച്ച് സങ്കീർണമാണെന്ന് തോന്നുമെങ്കിൽ 2-3 പ്രാവശ്യം കേൾക്കുക. കാരണം എങ്കിൽ മാത്രമേ പരീക്ഷ പാസ്സാവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം 1.5 മണിക്കൂർ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് സാധിച്ചു എന്നാണ് തോന്നുന്നത്. അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. എന്നാൽ പ്രേക്ഷകരെടുക്കുക എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ലോകത്ത് പലവിധമായ വിദ്യകളും പലവിധമായ യോഗങ്ങളും എല്ലാവരും പഠിപ്പിക്കാനും അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എല്ലാം തയ്യാറാകും. പക്ഷേ ഇതാദ്യം എനിക്ക് ആപ്റ്റാകുമോ എന്ന് ഓരോരുത്തരും സ്വയം വിശകലനം ചെയ്യുക. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്നത് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമോ, ഇതിനെ സ്വീകരിക്കാൻ എനിക്ക് പറ്റുമോ, ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് അതുവഴിയെ നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങളിലിരിക്കുന്ന ദൈവം എന്ന ഒരു എനർജി നിങ്ങൾ തന്നെയാണ്. ആ ഞാൻ എന്ന ഭാവം ഉണർന്ന് നിങ്ങളുടെ വിജ്ഞാനത്തെ ഉണർത്തിച്ച് നിങ്ങളെ പ്രവർത്തിപ്പിക്കും. ഇതിന് മറ്റുള്ള ആരുടെയും സഹായം വേണ്ട. ഇത് ഞാൻ അനുഭവിച്ച സത്യമാണ്. അതുകൊണ്ട് ഓരോരുത്തരും അതിനു വേണ്ടി അലയണ്ട. പക്ഷേ അറിയാത്തൊരാൾ എനിക്കത് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ഒരു മേഖലയിൽ പോയി ആ വിദ്യ അഭ്യസിക്കുക എന്നല്ലാതെ അത് തരുന്ന ഗുരുവിനും നിങ്ങളെ കടത്താൻ പറ്റില്ല. അത് പോവേണ്ട വഴി എന്താണെന്ന് പഠിപ്പിക്കാൻ എന്നെപ്പോലെ ഗുരുക്കന്മാർ കാണും. പക്ഷേ ഗുരുക്കന്മാരാരും നിങ്ങളെ സഹായിക്കില്ല. സഹായിക്കേണ്ടതും പോകേണ്ടതും നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകരും സ്വയം നിങ്ങളെ നിങ്ങൾ വിശകലനം ചെയ്യുക. 1 മിനിറ്റ് നേരം ഞാനിത് വീഡിയോയുടെ ആദ്യത്തിലൊരു ധ്യാനം കണ്ണടച്ചിരിക്കാൻ പറയുന്നൊരു ശ്വാസം എടുത്ത് അതിനെ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ഇതെൻ്റെ വാക്കാണ്. നമസ്തേ. നമസ്തേ. എന്തായാലും ഇത്രയും സമയം വളരെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യും. നമുക്ക് വീണ്ടും ആശ്രമത്തിൽ ഒരു ദിവസം കണ്ട് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ശരി, സന്തോഷം. നമസ്തേ. നമസ്തേ.